ബാലമുരുകന്റെ ഒളിവുകാലം രണ്ടാം ദിനം. കൊടും കുറ്റവാളി ബാലമുരുകൻ തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിന് സമീപത്ത് നിന്ന് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് കടന്നിട്ട് 2 ദിവസമാകുന്നു. ഇതുവരെ ബാലമുരുകനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ബാലമുരുകന്റെ കസ്റ്റഡി ചട്ടത്തിൽ തമിഴ്നാട് പോലീസിന് പങ്കുണ്ടോ എന്നാണ് പൊതുവെ ഉയരുന്ന സംശയം. ഈ സംശയം പോലീസിനുമുണ്ട്. ആ റിപ്പോർട്ട്. 5 കൊലപാതകം ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ എവിടെ? മുക്കുമൂലയും അരിച്ചുപെറുക്കിയിട്ടും കൊടും കുറ്റവാളിയുടെ വിവരമൊന്നുമില്ല. തിങ്കളാഴ്ച രാത്രി 9:30-ഓടെയാണ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിയത്. വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്ന തെൻകാശി ആലംകുളം അമ്മൻകോവിൽ സ്വദേശി ബാലമുരുകനെ വിരുദ്ധനഗർ കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുവരികയായിരുന്നു തമിഴ്നാട് പോലീസ്. മറയൂരിൽ നിന്ന് പിടിയിലായ ബാലമുരുകനെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ബാലമുരുകന്റെ ജയിൽ ചാട്ടത്തിൽ തമിഴ്നാട് പോലീസ് പറയുന്ന കാര്യങ്ങളൊന്നും ചേരുംപടി ചേരുന്നില്ല. അടിമുടി ദുരൂഹം എന്ന് പറയാം. വിരുദ്ധനഗർ കോടതിയിൽ നിന്ന് തിരികെ എത്തിക്കവേ വിയ്യൂർ ജയിൽ കവാടത്തിനരികിൽ മൂത്രമൊഴിക്കാൻ ഇറക്കിയ സമയത്ത് റോഡരികിലെ ജയിൽ വളപ്പിന്റെ മതിൽ ചാടി ഓടിയെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. തമിഴ്നാട് പോലീസിലെ SIയും 2 കോൺസ്റ്റബിൾമാരുമാണ് ബാലമുരുകനൊപ്പം ഉണ്ടായിരുന്നത്. സെൻട്രൽ ജയിലിന്റെ വളപ്പിലേക്ക് എടുത്തു ചാടി കൃഷിത്തോട്ടത്തിലൂടെ ബാലമുരുകൻ ഓടിയെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. തമിഴ്നാട് പോലീസിലെ വിവരണപ്രകാരം ബാലമുരുകൻ ചാടിയത് റിസർവ് ബറ്റാലിയൻ പോലീസ് സേനാംഗങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്കാണ്. രാത്രി 9 മണിയോടെയാണ് ചാടിയതെന്ന് പറയുമ്പോഴും ആരും കാണാതെ ഓടിയത് എങ്ങനെയെന്നത് സംശയകരമാണ്. മേഖലയിലെ CCTVകളിലൊന്നും ഇയാളുടെ ദൃശ്യമില്ല. ആകെ ബാലമുരുകന്റെ CCTV ദൃശ്യം ലഭിച്ചത് സംഭവത്തിനും ഏറെ മുൻപുള്ളതാണ്. വിരുദ്ധനഗർ കോടതിയിൽ നിന്ന് കൊണ്ടുവരും വഴി ആലത്തൂരിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോഴുള്ളത്. സംഭവശേഷമുള്ള CCTV ദൃശ്യങ്ങളിലൊന്നും ബാലമുരുകനില്ല. ഏതായാലും ചോദ്യങ്ങൾ അനവധി ബാക്കിയാണ്. വിയ്യൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് ബാലമുരുകൻ പോലീസിനെ വെട്ടിച്ചു കടക്കുന്നത് 2ാം തവണയാണ്. തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ വാനിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് കഴിഞ്ഞ മെയ്യിൽ ഇയാൾ ഓടിയത്. വേഷം മാറാൻ വിദഗ്ധനാണ് ബാലമുരുകൻ. പോകും വഴി വാഹനം മോഷ്ടിച്ച് കടന്നു കളയുകയാണ് പതിവ്. ഇത്തരമൊരു വാഹനമോഷണം വിയ്യൂരിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാലത്ത് 6 മണിക്കാണ് അറിയുന്നത്. രാത്രി 11 മണി വരെ വീട്ടിൽ ലേറ്റ് ഉണ്ടായിരുന്നു. അതുവരെ പോയിണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതേ റൂട്ടിൽ നിന്ന് തന്നെ പണ്ട് ബാലമുരുകൻ ഒരു സ്കൂട്ടർ പണ്ട് 1 വർഷം മുമ്പ് പോയിട്ട് പിടിക്കപ്പെടുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈറ്റ് ഫീൽഡ് കോളനി ഉണ്ട്. ആ വൈറ്റ് ഫീൽഡ് കോളനിയിൽ ഇന്നലെ രാത്രി ഇതേപോലെ സ്കൂട്ടർ ആരോ എടുക്കാൻ നോക്കി. ബാലമുരുകനാണെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മളുടെ ഒരു അനുമാനങ്ങളാണ്. അപ്പോൾ വീട്ടുകാരെ അറിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് രാത്രി 12 മണി വരെ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 200 രൂപയുടെ പെട്രോളുണ്ട്. പിന്നെ താക്കോൽ അതുമേ ഉണ്ടായിരുന്നു. ഹെൽമെറ്റും കൊണ്ടുപോയിട്ടുണ്ട്. എത്ര മണിക്കാണ് ഈ വാഹനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? അത് ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചിരുന്ന വണ്ടിയാണ്. ഉച്ച നേരത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള വണ്ടിയാണ്. 2 സ്കൂട്ടറുള്ള കാരണം കൊണ്ട് ഞാൻ പുറത്തേക്ക് പോയത് ഈ വെള്ള സ്കൂട്ടറുമിലാണ്. തമിഴ്നാട് പോലീസിന്റെ വാദത്തിനിടെ ഉയരുന്ന സംശയങ്ങൾ ഇവയാണ്. 1. രാത്രി 9:30-ഓടെ ബാലമുരുകൻ ചാടിപ്പോയെങ്കിലും തമിഴ്നാട് പോലീസ് തൃശൂർ പോലീസിനെ അറിയിച്ചത് രാത്രി 10:30-ഓടെ മാത്രം. എന്തുകൊണ്ടാണ് ഈ സമയം വൈകൽ? 2. ബാലമുരുകനെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയത് എന്തിന്? 3. രക്ഷപ്പെടൽ ആസൂത്രിതമോ? ഈ ചോദ്യങ്ങൾക്ക് തമിഴ്നാട് പോലീസ് ഉത്തരം നൽകേണ്ടതുണ്ട്. ഗുരുതര വീഴ്ച അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് വ്യക്തം. റാഫി കരീം, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.